സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ കാലമായി എൻ്റെ ദേവിയുടെ ഈ മെസ്സേജുകൾ എടുത്തിട്ട്. ഇത് നിവേദ്യം എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് ഒരു ദേവീ ഭക്തയ്ക്ക് ദേവി തന്നെ കൊല്ലൂർ വെച്ച് പറഞ്ഞു കൊടുത്ത മെസ്സേജുകളാണ് ഈ കാർഡിലൊക്കെ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കാർഡിൽ ദേവിയുടെ മെസ്സേജ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ മെസ്സേജ് 30 വെള്ളിയാഴ്ചയല്ലേ ദേവിയുടെ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് വന്നാണ് ഈശ്വരി ദേവിയുടെയാണ്. ഇവിടെ പറയണേ, നിങ്ങളിലെ പൂർണ്ണതയ്ക്കായിട്ട് ആത്മാവിനെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് നിങ്ങളിൽ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതായത് മമാത്മാ സർവഭൂതാത്മാ, തന്നിലുള്ള ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. അതായത് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ബ്രഹ്മകീട ജനനി. എല്ലാ ജീവജാലങ്ങളിലും ദേവിയുടെ ചൈതന്യം തന്നെയാണ്. അത് എവിടെയാണ്? തൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് താൻ തിരിച്ചറിയുന്നു. അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു. ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മളിൽ തന്നെയുള്ള ആ ഈശ്വര ചൈതന്യത്തിനെ അറിയുന്നത്. അടുത്ത കാർഡ് എന്താണ്? യോഗിനി ദേവി. അവിടെയും പറയണത് ഇത് തന്നെയാണ്. അതായത് സ്വയം അനലൈസ് ചെയ്യുക, സ്വയം അന്വേഷിക്കുക, സ്വയം തിരിച്ചറിയുക, സ്വയം ആശ്വസിപ്പിക്കുക, സ്വയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ചഞ്ചലതയെ മറികടക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഇത് മെഡിറ്റേഷൻ തന്നെ. കുറച്ച് നേരം ഒരു ഭാഗത്ത് തൻ്റെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട്, ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും, നമ്മളെ തന്നെ അറിയാനും, നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനും, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾക്ക് കഴിയും. അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ ചഞ്ചലതയെ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെയാണ് ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുക, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും. തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. നമ്മളെ തിരിച്ചറിയാനും നമുക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണെന്നാണ് ഇവിടെ ദേവിയുടെ മെസ്സേജ്. വളരെ നല്ല മെസ്സേജായിട്ട് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾക്കും റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.